കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. മറ്റൊരാളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാം നല്ലതായി തോന്നാം. പക്ഷെ കാലം കഴിയുന്തോറും തീരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. ഒരു പൊട്ടോ കൺമഷിയോ വാങ്ങാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും സ്വയം പര്യാപ്തതയുടെ വില അറിയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒന്നാമത്തെ മുൻഗണന സ്വന്തമായൊരു ജോലിക്ക് തന്നെ ആയിരിക്കണം. ഒരു ജോലി ഇല്ലെങ്കിൽ വല്ലാത്തൊരു വേദനയാണ്. എല്ലാത്തിനും അനുവാദവും മുന്നിൽ യാചിക്കേണ്ടതുമായ അവസ്ഥയിലേക്ക് പതിയെ കാലെടുത്ത് വെക്കേണ്ടതായിട്ട് വരും. കാലം ഒരുപാട് മാറിപ്പോയടോ. വിരൽത്തുമ്പിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇനിയും മടിച്ചു നിൽക്കണം? എപ്പോഴും ആരെങ്കിലും ആശ്രയിക്കണം? കൂടെയുള്ളവരൊക്കെ എന്തെങ്കിലും തള്ളിപ്പറഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം നമ്മുടെ കംഫർട്ട് സോൺ ഇല്ലാതായാൽ എന്താകും അവസ്ഥ? ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അറിയാതെ പകച്ചു നിൽക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. നീറി ജീവിക്കുന്ന നരകിക്കുന്ന കുറേ സ്ത്രീ ജന്മങ്ങളെ കാണാം. അവരും ഒരിക്കൽ പെണ്ണുങ്ങൾ എന്തിനു പഠിക്കണം, ജോലി ചെയ്യണം, വീട്ടിൽ അടങ്ങിയിരുന്നാൽ പോരെ, നീ ഉണ്ടാക്കിയിട്ട് വേണ്ട ഇവിടെ ആർക്കും ജീവിക്കാൻ എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടവർ തന്നെയായിരിക്കും. എന്നിട്ടോ? അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. അതൊരു ചെറിയ അവസരമാണെങ്കിൽ പോലും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു വരുമാനമല്ല, അത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ ആണിക്കല്ലാണ്.